ഇതൊരു ചെറിയ യാത്രാ വീഡിയോ ആണേ. അനിയന്റെ എൻഗേജ്മെന്റ് ആവശ്യത്തിനായിട്ട് തൃശ്ശൂർ വരെ പോയതാട്ടോ. അപ്പോൾ ഒരു തൃശ്ശൂർ വ്ളോഗാണേ ഇന്നത്തത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് കൊച്ചുവേളിക്കാണേ. ഈ പോകുന്നത് ജനശതാബ്ദിയാണ് കേട്ടോ. ജനശതാബ്ദിക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കൊച്ചുവേളിക്ക് ബുക്ക് ചെയ്തതാണേ. രണ്ടും തമ്മിൽ ഒരു 20 മിനിറ്റിന്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ കേട്ടോ. ഈ ഒരു ചായ കുടിക്കാനുള്ള വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ട്രെയിനൊക്കെ വന്ന് ഞങ്ങൾ ഒറ്റയടിക്ക് തൃശ്ശൂർ എത്തിയേ. ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. കണ്ണ് തുറന്നതേ തൃശ്ശൂർ. ഞാൻ വരുന്നത് അറിഞ്ഞിട്ടായിരിക്കും. ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ. സ്റ്റേഷനിൽ ഇറങ്ങിയതേ നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാനാണേ പോകുന്നത്. സ്റ്റേഷൻ്റെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വസന്ത വിഹാർ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചത്. നെയ്റോസ്റ്റും വടയും ആണേ. കുഞ്ഞുവിനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ നെയ്റോസ്റ്റിൻ്റെ പകുതി അവൾ തന്നെ കഴിക്കുകയും ചെയ്തു. ഹസ്ബൻഡ് ആണെങ്കിൽ മസാല ദോശ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ എല്ലാ മസാലയും എനിക്ക് തരും. എന്നിട്ട് മസാല കഴിക്കുന്ന ആൾ ഞാനാട്ടോ. അങ്ങനെ എല്ലാവരും ബാക്കി വരുന്നതും കഴിക്കുന്ന ആളാണേ ഞാൻ. നല്ലൊരു ചായയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ തന്നെ. അടുത്ത ലക്ഷ്യം നമ്മളെ റൂമാണ് കേട്ടോ. അവിടെയാണേ നമ്മളെ റൂം ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. കുഞ്ഞുവിന് നടക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. കാല് ഒന്ന് പൊട്ടിയിട്ട് പരിക്കാണ്. ഒരു പൊട്ടുണ്ടായിരുന്നു. 1 മാസമായി, മാറിയിട്ടില്ല. പക്ഷെ അവിടുന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി. ഇനി നമ്മൾ ഓട്ടോറിക്ഷയിൽ വേണം കേട്ടോ അങ്ങോട്ട് പോവാൻ ഹാളിലേക്ക്. എൻഗേജ്മെന്റ് പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നേ. കല്യാണം മെയ്യിലാണ് കേട്ടോ ഉണ്ടാവുക. എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സദ്യയാണ്. തൃശ്ശൂർ സ്റ്റൈല് സദ്യ കഴിച്ചിട്ടൊക്കെ കുറേ കാലമായിട്ടുണ്ടായിരുന്നു. ഓരോ നാട്ടിലെ സദ്യയും ഓരോ ടേസ്റ്റാണ് അല്ലേ. പക്ഷെ കറികളുടെ പേരിനൊക്കെ മാറ്റമൊന്നുമില്ല. കൂട്ടുകറി, അവിയൽ, അച്ചാറ് അങ്ങനെയൊക്കെ തന്നെ. നമുക്കിന്നിപ്പോൾ ഇവിടെ കൂട്ടുകറി ഉണ്ട്, കാളനുണ്ട്, ഓലനുണ്ട്, അവിയലുണ്ട്, അച്ചാറ്, പുളിയിഞ്ചി. ഇപ്പം വിളമ്പിയത് ഇഞ്ചി തൈരാണേ. പിന്നെ പപ്പടം, ചോറ്, സാമ്പാർ, പായസം, മോര്, രസം. നമ്മൾ സദ്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ചിട്ട് വന്നതായതുകൊണ്ട് അതിലേക്ക് നോക്കിയില്ല. നമുക്ക് സദ്യയായിരുന്നു നമ്മളുടെ ലക്ഷ്യം. അങ്ങനെ മൂക്ക് മുട്ടെ സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഫോട്ടോഷൂട്ടാണേ. വന്നവരിൽ ഞങ്ങൾ കുറച്ച് പേരാണ് കേട്ടോ ഇത്. പിന്നെ ഇത് 3 ആളും ഞാനും ഏട്ടനും കുഞ്ഞുവാണേ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിന്നില്ല കേട്ടോ. നമ്മൾ നേരെ റൂമിലേക്ക് വന്ന് പിന്നെ വൈകുന്നേരമായി. അടുത്ത ലക്ഷ്യം വടക്കുംനാഥ ക്ഷേത്രം പോകണം, പാറമേക്കാവ് പോകണം, ലുലു മാള് പോകണം. അങ്ങനെ 3-4 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ KSRTC സ്റ്റാൻഡ് വരുന്നത്. സ്ഥലങ്ങളൊക്കെ കണ്ട് വടക്കുംനാഥനിലേക്ക് നടന്നു പോകാനുള്ള പ്ലാനാണേ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബോർഡ് കണ്ട്, പൈതൃക മതിൽ. ഇത് പൈതൃക മതിൽ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു മതിൽ, സാധാ ഒരു മതിൽ. അതിൻ്റെ പൈതൃകം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. മതിലുകളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ ബേക്കറി ഇങ്ങനെ വരൂ 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 എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു. കുറേ നടക്കാനുണ്ടായിരുന്നു. പിന്നെ അതാ അവിടെ ദൂരെ നമ്മളുടെ ഗോപുരം കാണുന്നുണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചു. ഇനിയൊരു ചായ കുടിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. നടന്ന് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വലിയൊരു ബോർഡ് കണ്ടു, പാത്തൻസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇങ്ങനെ മുകളിലേക്ക് പോകണം കേട്ടോ. ഈ ഹോട്ടല് ഇത് തൃശ്ശൂരിൻ്റെ നല്ല പഴക്കമുള്ളൊരു ഹോട്ടലാണെന്ന് അപ്പോഴാട്ടോ മനസ്സിലായേ. പഴയ ഒരു ഫോട്ടോയൊക്കെ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരേ ഉള്ളൂ, പക്ഷെ 4 ഗ്ലാസ് വെള്ളം തന്നിട്ടുണ്ട്. നമ്മൾ ചായേൻ്റെ കൂടെ ചെറുതായിട്ട് കഴിക്കാൻ വേണ്ടി ഒരു ബിരിയാണി വാങ്ങി കേട്ടോ. ഇത് ഹോട്ടലായിരുന്നു, അതുകൊണ്ട് ഒരു ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 3 ആളും കൂടി ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണി കഴിക്കുന്നത്. ഒരാൾ പാത്രത്തോടെ കഴിക്കും. അല്ല കേട്ടോ, അവർ ഒരു പ്ലേറ്റും കൂടി പിന്നെ കൊണ്ടു തന്നുവേ. ബിരിയാണീനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബിരിയാണിയിൽ എനിക്കൊരു പ്രത്യേകത തോന്നിയത്, നമുക്ക് കൂട്ടാൻ തന്ന തൈരില്ലേ, അതിൽ കടുക് ഇട്ടിട്ടുണ്ട്. അത് ആദ്യം ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ. കടുക് വറവിട്ടതാണ് നമ്മൾ. പക്ഷെ എണ്ണയൊന്നും കാണുന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിയും ഈ തൈരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
കഴിച്ച് ഇറങ്ങിയപ്പോൾ ഹോട്ടലിൽ ഫുള്ളായി കേട്ടോ. എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ കയറി എല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പോൾ ബില്ലിംഗ് സെക്ഷൻ്റെ അവിടെ ഇത് കണ്ടില്ലേ, സ്റ്റാർ സൊമാറ്റോൻ്റെ ഒക്കെ 2025 സ്റ്റാർ ആണ് കേട്ടോ ഈ ഹോട്ടല്. തൃശ്ശൂർ ജില്ലേൻ്റെ കേട്ടോ. സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ വലിയ താരമാണ്. പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് വീണ്ടും റോഡ് ക്രോസ് ചെയ്യൽ ഭയങ്കര പണിയാണ് അവിടെ. കുറച്ച് സമയം വൈകി തുടങ്ങി കേട്ടോ. ലൈറ്റൊക്കെ പോയിട്ടുണ്ട്, ഇരുടാവാൻ തുടങ്ങിയിട്ടുണ്ട്, സന്ധ്യയായി. അമ്പലത്തിന്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളിലേക്ക് ഫോൺ ഇപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അവിടെ പ്രത്യേകം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. റീൽസ് ചിത്രീകരണം ഒന്നും പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോണ് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നമ്മളെ കയ്യിൽ കരുതാട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത് എത്ര ഇരുടായേ. അടുത്തത് നമ്മൾ പാറമേക്കാവാണേ പോകുന്നത്. നല്ല ഇരുടായതുകൊണ്ട് വഴിയൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും അങ്ങോട്ടല്ലായിരുന്നു പോണ്ടേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു നമ്മൾ നടക്കേണ്ടിയിരുന്നത്. അങ്ങനെ അത് അവരോട് ചോദിച്ച് അവർ പറഞ്ഞു തന്നേ. കുഞ്ഞുന് കാലിന് ലേശം ആ ഒരു ഇതുള്ളത് കൊണ്ട് നടത്തത്തിന് സ്പീഡേ ഉണ്ടായിരുന്നില്ല. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഇരിക്കണം എന്ന് പറയേ. ഒരു മരം കണ്ടില്ലേ, നല്ല ഫുള്ള് മഞ്ഞ പൂക്കളുണ്ടായിരുന്നു. ഇത് പകലായിരുന്നു കണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു. ഇങ്ങനെ പൂക്കളും മരങ്ങളൊക്കെ നോക്കി നടന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. ഇവർ രണ്ടാളും ഞാൻ ഉള്ളത് തന്നെ ഓർമ്മയില്ല അവർക്ക്. അവരിങ്ങനെ പോവുക. അവർ അച്ഛനും മോളും ഭയങ്കര ടീമാണേ. ഞാൻ ഒറ്റ മോളായതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ പണ്ടേ അങ്ങനെ ശീലിച്ചതാണേ. നമ്മൾ അമ്പലം ദൂരേന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇനി റോഡ് ക്രോസ് ചെയ്യൽ ഭയങ്കര പണിയാന്ന് പറഞ്ഞില്ലേ. ഇരുടും കൂടി ആയപ്പോൾ അത് കുറച്ചും കൂടി പണിയായേ. ഇവിടെ എത്തിയപ്പോൾ നല്ല ഫുള്ള് ഇരുടായി, നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അടുത്തത് നമ്മൾ ലുലു മാൾ പോകാൻ വേണ്ടിയിട്ട് ഈ ഓട്ടോ ചേട്ടനോട് ചോദിച്ചു കേട്ടോ. കയറിക്കോ എന്ന് പറഞ്ഞു. ചേട്ടൻ പെട്ടെന്ന് ശോഭാ സിറ്റി ആണെന്ന് വിചാരിച്ചിട്ടായിരുന്നു കയറിക്കോ എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞു അയ്യോ ലുലു മാൾ പോയില്ല, ഭയങ്കര തിരക്കാണ് അവിടെ, ബ്ലോക്കാണ് കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഇറങ്ങി. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി. ഇന്ന് ഫുള്ള് നടത്താണ് കേട്ടോ. നടന്ന് ക്ഷീണിച്ചു. നല്ലൊരു നെയ്റോസ്റ്റും കിടിലനൊരു ചായയും കിട്ടിയേ. അവിടുന്ന് പിന്നെയും നടന്ന് തുടങ്ങിയപ്പോൾ നമ്മളൊരു ബോർഡ് കണ്ടേ, പാരഗൺ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കോഴിക്കോട് പാരഗണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. എഴുതിയതിൻ്റെ സ്റ്റൈല് കണ്ടിട്ട് നമ്മൾ കോഴിക്കോട് പാരഗണുമായിട്ട് ബന്ധമില്ല എന്നാണ് തോന്നുന്നത്. ഇനി നടന്നാലും എത്തൂല എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പിന്നെയും ഓട്ടോറിക്ഷ കയറി കേട്ടോ നമ്മളെ റൂമിലേക്ക്. കോഴിക്കോടിനേക്കാളും തിരക്ക് തോന്നി എനിക്ക് തൃശ്ശൂരൊക്കെ. അങ്ങനെ ഇത് സൺഡേ ആണേ. ഇനി ഞങ്ങൾ തിരിച്ചു വരുന്ന ദിവസമായി കേട്ടോ. ആരും എഴുന്നേറ്റില്ല, ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ മെല്ലെ വന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചായ കുടിക്കാതെ എഴുന്നേറ്റ് പല്ല് തേച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ചായ കുടിക്കണേ. എൻ്റെ എൻജിനൊക്കെ വർക്കാവണമെങ്കിൽ ഇങ്ങനെ ഒരു ചായ പോകണം, എന്നാലേ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. 10:35 നമ്മൾ ട്രെയിന്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ വന്ന് വീണ്ടും ദോശ, എപ്പോഴും ദോശ. അപ്പോൾ കുഞ്ഞു ബഹിഷ്കരിച്ചിരിക്കുകയാണേ. കുഞ്ഞുവിൻ്റെ പരിഭവം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചപ്പുറത്തുള്ള സ്നാക്സ് കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവൾ ദോശ കഴിച്ചുവേ. എന്നിട്ടാണ് ഇനി ട്രെയിനിൽ പോകുമ്പോൾ കുറിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. വീണ്ടും നടത്തം. ഇത് ഷോർട്ട് കട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിലെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഞങ്ങൾ ട്രെയിന് ഒരു 15 മിനിറ്റ് എന്തോ ലേറ്റാണേ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ശരിക്കും ഇത് ഷോർട്ട് കട്ടാണ് എന്നാണ് ഏട്ടൻ പറയുന്നത് കേട്ടോ. അങ്ങനെയാവുമ്പോൾ അതിലേ പോയിട്ട് ഇതിലേ വരണം, ഇതിലേ ഇങ്ങനെ വന്നാൽ മതി. അപ്പോൾ കുഞ്ഞു ചോദിക്കുന്ന അച്ഛാ ഇതിലേ പോയിട്ട് ഇതിലേ വരണം, ഇതിലെന്താണ് ഷോർട്ട് കട്ട് എന്ന്. ശരിയാണ്, അതിലെന്താ ഷോർട്ട് കട്ട് എന്നൊന്നും മനസ്സിലായില്ല. എന്തായാലും നടന്നു. നമുക്ക് പടിഞ്ഞാറേ കവാടത്തിലേക്കാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ മുന്നിൽ പോയത് ഒരു സെലിബ്രിറ്റിയാണ്, ആക്ട്രസ് ആണെന്ന് പറഞ്ഞിട്ട് ആണ് ആ ചുരിദാർ ഇട്ടത് കേട്ടോ. പച്ച ചുരിദാർ. ബാലതാരമൊക്കെ ആയിരുന്നു പണ്ട്. ഇപ്പം അവരെ അങ്ങനെ കാണുന്നില്ല കേട്ടോ സിനിമയിലൊന്നും. എന്നെപ്പോലെ ആരോ ആണ് കേട്ടോ ഈ മതിലിൽ ക്യാറ്റ്സ് ക്ലോയൊക്കെ വളർത്തിയിട്ടുണ്ടേ.
നല്ല രസമുണ്ട്. ഇതിന് DAPയും വേണ്ട, NPKയും വേണ്ട, ഒന്നും വേണ്ട. ഇഷ്ടംപോലെ പൂക്കളും ഉണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടും എന്താണെന്തോ ഇത്രയും വളരുന്നുമില്ല, പൂവും ഇടുന്നില്ല. ഏതായാലും കാട് പിടിക്കുന്നതിനേക്കാളും നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ നമുക്ക് കോഴിക്കോട് പോകാനുള്ള ട്രെയിൻ എത്തി. ജനശതാബ്ദിക്കാണ് കേട്ടോ പോകുന്നത്. 42, 43, 44 ഇതാണ് നമ്മളെ ടിക്കറ്റ്. 1:30 ആകുമ്പോഴാണ് കോഴിക്കോട് എത്തുക. ഈ യാത്രയിൽ എനിക്കൊരു വലിയ നഷ്ടം സംഭവിച്ചു കേട്ടോ. എൻ്റെ കണ്ണട മിസ്സായി. ഇപ്പോൾ പോയ കണ്ണടയും കൂടി ചേർത്തിട്ട് 3 കണ്ണടയായി കേട്ടോ ഞാൻ കൊണ്ട് കളയുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് വർഷത്തിലൊരു കണ്ണട വെച്ച് വേണമെന്ന്. ഇതാണ് നമ്മളുടെ ഭാരതപ്പുഴ. ട്രെയിന് മുന്നോട്ട് ആണ് പോകുന്നത്. ഞങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തീരെ കാറ്റ് കിട്ടുന്നില്ല കേട്ടോ. നല്ല ചൂടായിരുന്നു, ഭയങ്കര ചൂട്. ഇങ്ങനെ ഏതെങ്കിലും പുഴകളൊക്കെ വരുമ്പോൾ കുറച്ച് കാറ്റ് കിട്ടുമേ, അതല്ലാതെ കാറ്റുകളേ കിട്ടുന്നില്ല. നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. ഞാറ് നടുന്നുണ്ട് കേട്ടോ അങ്ങ് ദൂരെ. കുറേ കൊക്കുകളും ഇരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. ബംഗാളികളാണെന്ന് തോന്നുന്നു എല്ലാ പണികളൊക്കെ എടുക്കുന്നത്. ഈ യാത്ര പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് തീർന്നു കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ 1-2 ദിവസമൊക്കെ ഒരു സ്ഥലത്ത് പോയാൽ താമസിക്കാറുണ്ട്. സെക്കൻഡ് സാറ്റർഡേ ആണ് പോയി സൺഡേ തന്നെ തിരിച്ചു വന്നു. പിന്നെ തൃശ്ശൂർ ഞങ്ങൾ മുന്നേ പോയതായതുകൊണ്ട് കൂടുതലായിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കാണാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ ഞങ്ങൾ കണ്ടതായിരുന്നു. കാണാത്തതായിട്ട് ലുലു മാളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് റോഡ് പണി ഉള്ളത് കൊണ്ടാണ് ബ്ലോക്ക് ഉണ്ടായത്. അത് കാണാനും പറ്റിയില്ല കേട്ടോ. നമ്മൾ തിരൂർ ഒക്കെ വിട്ടിട്ടുണ്ടേ. തിരൂർ വിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പ് കോഴിക്കോടാണ്. പിന്നെ വേറെ ഇടയിൽ സ്റ്റോപ്പുകളൊന്നുമില്ല. തിരൂരിൽ നിന്ന് കയറിയതാണ് ആ ചേട്ടൻ. കടലിലേക്ക് പറഞ്ഞ പോലെ തന്നെ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചേട്ടൻ അപ്പോൾ തിരൂരിൽ നിന്ന് കയറിയിട്ട് കോഴിക്കോട് ഇറങ്ങുമായിരിക്കും അല്ലേ, എങ്ങനെയാണെന്തോ ചെയ്യുന്നത്. പണ്ട് ബസ്സിലൊക്കെ കയറുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ, ഇവർക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള പോലെ. നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. കടലുണ്ടി കഴിഞ്ഞാൽ ഫറൂഖ്, പിന്നെ നമ്മൾ കോഴിക്കോട്. എവിടെ നിർത്തുമൊന്നുമില്ല കേട്ടോ. കടലുണ്ടി പുഴയിൽ ഫുള്ള് ബോട്ടിംഗ് ഉണ്ട്. കണ്ടൽക്കാടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിങ്ങിന് പണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. ഫറൂഖും കൂടി കഴിഞ്ഞാൽ കല്ലായി പുഴ എത്തിയാൽ പിന്നെ നമുക്ക് ഇറങ്ങാനായി. അങ്ങോട്ട് പോകുമ്പോൾ എൻഗേജ്മെൻറ്റിന് പോവുക, അമ്പലത്തിൽ പോവുക, അങ്ങനെ ഭയങ്കര ത്രില്ലിലായിരുന്നേ. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ വീട്ടിലേക്കാണല്ലോ, അങ്ങനെയൊരു ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ത്രില്ലാണ് കേട്ടോ. നമ്മളിപ്പോൾ കോഴിക്കോട് എത്തി. എൻ്റെ കയ്യിൽ കർണാടക കൂർഗിൽ പോയതിൻ്റെ ഒരു വലിയ വീഡിയോ ഉണ്ട് കേട്ടോ വരാൻ വേണ്ടിയിട്ട്. ഞാൻ അത് ഇങ്ങനെ എല്ലാം സെറ്റാക്കി വരുന്നേ ഉള്ളൂ. വീരാജ്പേട്ട, പിന്നെ മല്ലാലി ഫാൾസ് എന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടത്തിലൊക്കെ പോയതിൻ്റെ വീഡിയോ ആണേ. നിങ്ങൾ വെയിറ്റ് ചെയ്താൽ അത് കാണാം കേട്ടോ.